മംഗലാപുരം രാമേശ്വരം എക്സ്പ്രസ് അടുത്ത മാസം മുതൽ ഓടിത്തുടങ്ങുമെന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ആർ.എൻ. സിംഗ് അറിയിച്ചു. പാലക്കാട് പിറ്റ് ലൈൻ നിർമ്മാണം ഡിസംബറിൽ പൂർത്തിയാകുമെന്നും പിറ്റ് ലൈൻ വന്നാൽ പാലക്കാട് തിരുവനന്തപുരം വന്ദേ ഭാരത് പരിഗണിക്കുമെന്നും ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ അറിയിച്ചു. പാലക്കാട് ഡിവിഷനിലെ എംപിമാരുടെ യോഗത്തിലാണ് ആർ.എൻ. സിംഗ് ഇക്കാര്യം അറിയിച്ചത്. പാലക്കാട്ടെ സ്വകാര്യ ഹോട്ടലിലാണ് ഡിവിഷനിലെ എംപിമാരുടെ യോഗം ചേർന്നത്. ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ആർ.എൻ. സിംഗിൻ്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ മംഗലാപുരം രാമേശ്വരം എക്സ്പ്രസ് അടുത്ത മാസം മുതൽ ഓടിത്തുടങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞു. മംഗളൂരു കോയമ്പത്തൂർ റൂട്ടിൽ വന്ദേ ഭാരത് സർവീസ് നിർദ്ദേശിക്കുമെന്നും മംഗളൂരു വന്ദേ ഭാരത് കോഴിക്കോട്ടേക്ക് നീട്ടാൻ ശുപാർശ ചെയ്തതായും ഡിവിഷണൽ റെയിൽവേ മാനേജർ പറഞ്ഞു. ഉദയ് എക്സ്പ്രസ് കോയമ്പത്തൂരിൽ നിന്നും പാലക്കാട്ടേക്ക് നീട്ടുന്നത് സജീവ പരിഗണനയിലുണ്ട്. പാലക്കാട് നഗരത്തിലെ പിറ്റ് ലൈനിൻ്റെ നിർമ്മാണം ഡിസംബറിൽ പൂർത്തീകരിക്കാനാവും. ഇതോടെ പാലക്കാട് നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ദേ ഭാരത് ട്രെയിൻ പരിഗണിക്കുമെന്നും സദേൺ റെയിൽവേ ജനറൽ മാനേജർ അറിയിച്ചു. ഡിവിഷനിലെ വിവിധ ലോക്സഭ രാജ്യസഭ എംപിമാർ യോഗത്തിൽ പങ്കെടുത്തു. ഓരോ മണ്ഡലത്തിലെയും ആവശ്യങ്ങളും പ്രശ്നങ്ങളും എംപിമാർ റെയിൽവേയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അമൃത് ഭാരത് സ്റ്റേഷൻ നവീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഡിവിഷനിലെ വിവിധ പ്രവർത്തനങ്ങളുടെ പുരോഗതി അധികൃതർ യോഗത്തിൽ വിശദീകരിച്ചു. ജനം, പാലക്കാട്.